ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. നമ്മൾ ഇന്നൊരു കിഡിലൻ ട്രിപ്പ് പോവുകയാണ്. അമേരിക്കയുടെ പടിഞ്ഞാറേ അറ്റമായ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ നിന്നും അമേരിക്കയുടെ കിഴക്കേ അറ്റമായ ന്യൂയോർക്ക് വഴി മെയിൻ എന്ന സ്റ്റേറ്റിലെ ബങ്കോർ എന്ന സിറ്റിയിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. അമേരിക്കയിലെ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ബസ് ട്രിപ്പാണിത്. 19 സ്റ്റേറ്റുകൾ താണ്ടി 6700 കിലോമീറ്റർ സഞ്ചരിച്ച് ഏകദേശം 4200 മൈൽ യാത്ര ചെയ്ത് 4 ദിവസം കൊണ്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. നമ്മുടെ യാത്ര ഇനി പറയുന്ന സ്റ്റേറ്റുകളിലൂടെയാണ്: കാലിഫോർണിയ, അരിസോണ, ന്യൂ മെക്സിക്കോ, ടെക്സസ്, ലൂസിയാന, മിസിസിപ്പി, അലബാമ, ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, വിർജീനിയ, വാഷിംഗ്ടൺ DC, മേരിലാൻഡ്, ന്യൂജേഴ്സി, ന്യൂയോർക്ക്, കണക്റ്റിക്കറ്റ്, മാസച്യൂസെറ്റ്സ്, ന്യൂ ഹാംഷയർ, മെയിൻ. ഇത്രയും സ്റ്റേറ്റുകളിലൂടെ 92 മണിക്കൂർ 48 മിനിറ്റ് സമയമെടുത്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. 4 ടൈം സോണുകൾ നമ്മൾ കടന്നു പോകും. കാലിഫോർണിയയിൽ നിന്നും അരിസോണയിൽ എത്തുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടൈം സോണിലേക്ക് കടക്കുകയാണ്. കാലിഫോർണിയേക്കാൾ 1 മണിക്കൂർ മുൻപിലാണ് അരിസോണയിലെ ടൈം. അവിടെ നിന്ന് വീണ്ടും ടെക്സാസിൽ എത്തുമ്പോൾ വീണ്ടും അടുത്ത മൂന്നാമത്തെ ടൈം സോൺ കടക്കുകയാണ്. 2 മണിക്കൂർ മുൻപിലാണ് ടെക്സസിലെ ടൈം സോൺ. അവിടെ നിന്ന് വീണ്ടും ജോർജിയയിൽ എത്തുമ്പോൾ 4ാമത്തെ ടൈം സോണിലേക്ക് കടക്കുകയാണ്. അവിടുത്തെ സമയം കാലിഫോർണിയയെ അപേക്ഷിച്ച് 3 മണിക്കൂർ മുൻപിലാണ്. ഇനി നമുക്ക് സ്റ്റോപ്പുകളെ കുറിച്ച് പറയാം. ആകെ നമ്മുടെ യാത്രയിൽ 46 സ്റ്റോപ്പുകളുണ്ട്. അതിൽ 4 സ്ഥലത്ത് നമ്മൾ ബസ് ചേഞ്ച് ചെയ്ത് കയറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബസ് ലോസ് ആഞ്ചൽസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്താൽ 29 മണിക്കൂർ 25 മിനിറ്റ് എടുത്ത ശേഷം ടെക്സസിലെ ഡാലസിലെത്തും. അതുവരെ നമുക്ക് ഒരു 10 സ്റ്റോപ്പുകളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബസ് ചേഞ്ച് ചെയ്ത് കയറണം. അവിടെ നമുക്ക് ഒരു 1 മണിക്കൂർ 20 മിനിറ്റ് ബസ് ചേഞ്ച് ചെയ്ത് കയറുവാനുള്ള സമയമുണ്ട്. ഡാലസിൽ നിന്നും 13 സ്റ്റോപ്പുകൾ കഴിഞ്ഞ് 18 മണിക്കൂർ 30 മിനിറ്റ് സമയമെടുത്ത് നമ്മൾ ജോർജിയയിലെ അറ്റ്ലാന്റയിലെത്തും. അവിടെ നമുക്ക് 4 മണിക്കൂർ 30 മിനിറ്റ് വെയിറ്റിംഗ് ടൈമുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബസ് ചേഞ്ച് ചെയ്ത് കയറിയാൽ മതി. അറ്റ്ലാന്റയിൽ നിന്നും 20 മണിക്കൂർ 50 മിനിറ്റ് സമയം യാത്ര ചെയ്ത് 8 സ്റ്റോപ്പുകൾ കഴിഞ്ഞാൽ നമ്മൾ ന്യൂയോർക്കിലെത്തും. അവിടെയും നമുക്ക് 4.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അവിടെ നമുക്ക് ബസ് ചേഞ്ച് ചെയ്ത് വീണ്ടും കയറണം. വീണ്ടും ന്യൂയോർക്കിൽ നിന്നും 5 മണിക്കൂർ യാത്ര ചെയ്ത് 3 സ്റ്റോപ്പുകൾ കഴിഞ്ഞ് മാസച്യൂസെറ്റ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ബോസ്റ്റൺ സിറ്റിയിലെത്തും. അവിടെ വീണ്ടും നമുക്ക് 4.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അവിടെ നിന്നും വീണ്ടും 5.5 മണിക്കൂർ യാത്ര ചെയ്ത് 7 സ്റ്റോപ്പുകൾ കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനായ മെയിനിലെ ബങ്കോർ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് എത്തും. ഈ യാത്രയുടെ ബസ് ചാർജ് വരുന്നത് $113 പക്ഷേ ഫ്രണ്ട് സീറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മാറി കയറുന്ന ഓരോ ബസ്സിലും എക്സ്ട്രാ ഫീസ് കൊടുക്കണം. നമ്മൾ മാറി കയറുന്ന 5 ബസ്സിലും കൂടി ഏകദേശം $8 മുതൽ $13 വരെയാണ് ഈ ഫ്രണ്ട് സീറ്റിൻ്റെ സ്പെഷ്യൽ റേറ്റ്. ഏകദേശം $50 ഈ ഒരു ഫ്രണ്ട് സീറ്റിന് മാത്രമായി തന്നെ നമ്മൾ ഈ ഒരു 5 ബസ്സുകൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകെ നമുക്ക് വന്നിരിക്കുന്ന ബസ് ഫെയർ $163. നിങ്ങൾ ഓരോ ബസ് സ്റ്റോപ്പുകളും ഈ വീഡിയോയുടെ താഴെ കാണുന്നുണ്ടാകും. ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടെ വന്ന് കാണാൻ സാധിക്കുമെങ്കിൽ വളരെയധികം സന്തോഷകരമായിരിക്കും. പ്രധാനമായിട്ടും ഡാലസ്, ടെക്സസ്, അവിടെ നമ്മൾ ഒരു ദിവസവും 5 മണിക്കൂറും കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ നമുക്ക് 1.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അടുത്തത് അറ്റ്ലാന്റ, ജോർജിയ, അവിടെ നമുക്ക് 4.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. പിന്നീട് ന്യൂയോർക്ക്, അവിടെയും 4.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. കൂടാതെ ബോസ്റ്റൺ, അവിടെയും നമുക്ക് 4.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. നിങ്ങൾ അറിയുന്ന അമേരിക്കയിലുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മലയാളികളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് പോകുന്ന യാത്രയിൽ കാണാൻ പറ്റിയാൽ വളരെയധികം സന്തോഷകരമായിരിക്കും. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ്. നമ്മുടെ ഇന്ത്യക്കാരുടെ അഭിമാനമായ ഒരു വ്യക്തിത്വത്തിന് നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ടതും വലുതുമായ ഒരു യാത്ര ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് വേറെ ആരുമല്ല, അഭിലാഷ് ടോമി സാറാണ്. 2013 അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരം കീർത്തിചക്ര കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ 2022 സ്റ്റാർട്ട് ചെയ്ത് 2023 അവസാനിച്ച ഗോൾഡൻ ഗ്ലോബ് റേസിൽ അദ്ദേഹം സെക്കൻഡ് വിന്നറായിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു മലയാളിയെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ന്യൂസ് വന്ന സമയത്ത്, അദ്ദേഹം വിന്നറായി എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ന്യൂസ് വന്നപ്പോൾ ഒരാഴ്ചത്തേക്ക് എനിക്കൊന്നും ഉറക്കമില്ലായിരുന്നു. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. വളരെയധികം ആത്മവിശ്വാസവും അഭിമാനവും തോന്നിയ ഒരു സമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറികൾ നമ്മളെല്ലാവരും അറിയേണ്ടതും കേൾക്കേണ്ടതും തന്നെയാണ്. നമ്മുടെ യുവാക്കൾക്കും എല്ലാവർക്കും അദ്ദേഹം ഒരു മാതൃക തന്നെയാണ്. അദ്ദേഹത്തിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ഈ യാത്ര നമ്മൾ അഭിലാഷ് ടോമി സാറിന് സമർപ്പിക്കുകയാണ്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ലോസ് ആഞ്ചൽസിൽ നിന്നും ജൂലൈ 12 രാത്രി 11:20 നമ്മുടെ പെട്ടെന്നുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലും അതുകൂടാതെ നമ്മുടെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതാണ്.
അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസുകൾ നമ്മുടെ ഈ യാത്രയിലുടനീളം ഉണ്ടാവണമെന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യും ഉടൻ തന്നെ. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.